ഹരേ കൃഷ്ണ. ഓം ശ്രീ മഹാദേവി നമ. ശ്രീ ലളിത സഹസ്രനാമത്തിലെ 50-ാമത്തെ ശ്ലോകമായ നിസ്തുല നീലചിഗുര നിരപായ നിരത്യയ ദുർലഭ ദുർഗമാ ദുർഗ ദുഃഖഹന്ത്രി സുഖപ്രദ എന്ന നാമം വരെയുള്ള അർത്ഥമാണ് പറഞ്ഞത്. ഇനി 51-ാമത്തെ ശ്ലോകമായ ദുഷ്ടദൂര ദുരാചാര ശമനീ ദോഷവർജിത സർവജ്ഞ സാന്ദ്ര കരുണ സമാനാധിക വർജിത. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാം. 51-ാമത്തെ ശ്ലോകത്തിലെ ആദ്യത്തെ നാമമായ ദുഷ്ടദൂര, അതായത് ദേവിയുടെ 193-ാമത്തെ നാമമായ ദുഷ്ടദൂര. കഴിഞ്ഞ ശ്ലോകത്തിലെ അവസാനത്തെ നാമം സുഖപ്രദ ആയിരുന്നല്ലോ. അങ്ങനെ സുഖപ്രദ ആയിട്ട് ഭക്തർക്ക് ആനന്ദം നൽകുന്ന ദേവി പിന്നീട് എങ്ങനെയുള്ളവരിൽ നിന്നാണ് അകന്നു നിൽക്കുന്നത് എന്ന് ഈ നാമം പറഞ്ഞു തരുന്നു. മനസ്സിൽ എപ്പോഴും മറ്റുള്ളവരെ ദ്രോഹിക്കണമെന്ന ചിന്തയോ അമിതമായ അഹങ്കാരമോ ഉള്ളവർക്ക് ദേവിയെ അറിയാനോ അനുഭവിക്കാനോ കഴിയില്ല. അവർ എത്ര വലിയ പൂജകൾ ചെയ്താലും മനസ്സ് ശുദ്ധമല്ലെങ്കിൽ ദേവി അവരിൽ നിന്ന് ദൂരെയായിരിക്കും. ഭക്തൻ്റെ ഉള്ളിൽ ദുഷ്ടചിന്തകൾ, അതായത് കാമം, ക്രോധം, ലോഭം തുടങ്ങിയവയൊക്കെ വരാത്ത രീതിയിൽ അവയെ ദൂരേക്ക് ഓടിക്കുന്നവളാണ് ദേവി. തൻ്റെ ഭക്തന്മാരെ ഉപദ്രവിക്കാൻ വരുന്ന ദുഷ്ടശക്തികളെ നമ്മിൽ നിന്ന് ദൂരേക്ക് മാറ്റുന്നവൾ എന്നും ഇതിന് അർത്ഥമുണ്ട്. ഉദാഹരണമായി, പ്രകാശം എല്ലായിടത്തുമുണ്ട്. എന്നാൽ വാതിലുകളും ജനലുകളും കൊട്ടിയടച്ച ഒരു ഇരുട്ടുമുറിയിലേക്ക് അതിന് പ്രവേശിക്കാൻ കഴിയുകയില്ലല്ലോ. സൂര്യൻ ആ മുറിയിലേക്കും പ്രകാശം നൽകാൻ തയ്യാറാണെങ്കിലും ആ മുറി സൂര്യനിൽ നിന്ന് ദൂരെയാണ്. കാരണം അതിലെ ജനലുകളും വാതിലുകളുമൊക്കെ അടച്ചിരിക്കുകയാണ്. അപ്പോൾ സൂര്യപ്രകാശം അതിലേക്ക് കടക്കാൻ കഴിയുകയില്ല. അതുപോലെ അഹങ്കാരം കൊണ്ട് മനസ്സിൻ്റെ വാതിലുകൾ അടച്ചുപൂട്ടിയ ദുഷ്ടന്മാരുടെ ഉള്ളിലേക്ക് ദേവി ചൈതന്യം എത്തുകയില്ല. അതുകൊണ്ട് അവർക്ക് ദേവി ദുഷ്ടദൂര ആണ്. അതായത് തികച്ചും സ്വാർത്ഥ ലാഭത്തോടെ ജീവിക്കുന്നവരിൽ നിന്ന് ദേവി വളരെ അകലെയാണ് എന്ന് അർത്ഥം. ദുഷ്ടന്മാരെയൊക്കെ ദേവി ദൂരെ നിർത്തുന്നു. ഇനി ദേവിയുടെ 194-ാമത്തെ നാമമായ ദുരാചാര ശമനി. നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ ദേവി എങ്ങനെ സഹായിക്കുന്നു എന്ന് ഈ നാമം കാണിച്ചു തരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അറിയാതെ തന്നെ പല തെറ്റായ ശീലങ്ങളും, അതായത് ദുരാചാരങ്ങൾ ഉണ്ടാകാം. ഉദാഹരണത്തിന് അലസത, ലഹരിയോടുള്ള താല്പര്യം, അനാവശ്യമായ ദേഷ്യം തുടങ്ങിയവ. ദേവിയെ ഉപാസിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ ഇത്തരം മോശം പ്രവണതകൾ പതുക്കെ അടങ്ങുകയും, അതായത് ഇല്ലാതാവുകയും നമ്മൾ നല്ല വഴിയിലേക്ക് വരികയും ചെയ്യുന്നു. ചിലർ ഭക്തിയുടെ പേരിൽ നടത്തുന്ന അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ദേവി ഇഷ്ടപ്പെടുന്നില്ല. ശരിയായ അറിവ് നൽകി ഇത്തരം തെറ്റായ ആചാരങ്ങളിൽ നിന്ന് ഭക്തനെ മോചിപ്പിക്കുന്നവളാണ് ദേവി. നമ്മുടെ ഉള്ളിലെ അശുദ്ധമായ ചിന്തകളെ മാറ്റി
മനസ്സിനെ ശാന്തമാക്കുന്നവൾ. കുറെ ചപ്പുചവറുകൾ കൂട്ടിയിട്ടിരിക്കുന്ന ഒരിടം ചൂലുകൊണ്ട് തൂത്ത് വൃത്തിയാക്കുന്നത് പോലെയാണ് ദേവി നമ്മുടെ മനസ്സിൽ പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഉള്ളിലെ ദുരാചാരങ്ങളാകുന്ന മാലിന്യങ്ങളെ നീക്കം ചെയ്ത് മനസ്സിനെ സുന്ദരമായ ഒരു പൂജാമുറി പോലെ ദേവി മാറ്റിത്തീർക്കുന്നു. മനസ്സിൽ ദുഷ്ടതയുള്ളവരിൽ നിന്ന് അകന്നു നിൽക്കുന്ന ദേവി തൻ്റെ ഭക്തൻ്റെ ഉള്ളിലെ മോശം ശീലങ്ങളെ മാറ്റി അവരെ ശുദ്ധീകരിക്കുന്നു എന്നർത്ഥം. അതായത് സമൂഹത്തിലെയും വ്യക്തി ജീവിതത്തിലെയും ദുരാചാരങ്ങളെ നശിപ്പിച്ച് ധർമ്മം സ്ഥാപിക്കുന്നവൾ. ഇനി ദേവിയുടെ 195-ാമത്തെ നാമമായ ദോഷവർജിത. നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആസക്തിയാണ് ഇവിടെ ദോഷം എന്നുദ്ദേശിച്ചത്. നമുക്ക് ഒന്നിനോട് ആസക്തി ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഫലമായി രാഗദ്വേഷങ്ങൾ ഉണ്ടാകുന്നു. രാഗം എന്നാൽ ഒരു വസ്തുവിനോട് അല്ലെങ്കിൽ ഒരു വ്യക്തിയോടുള്ള ഒട്ടിച്ചേരൽ, അറ്റാച്ച്മെൻറ്റ്. ദ്വേഷം എന്നാൽ ഒന്നിനോടുള്ള വെറുപ്പ്, വിദ്വേഷം. ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ദോഷങ്ങളാണ്. ദേവിക്ക് ആരോടും രാഗമോ ദ്വേഷമോ ഇല്ല. എല്ലാവരോടും തുല്യമായ സ്നേഹമാണ്. അതുകൊണ്ട് ദേവിയെ ഉപാസിക്കുന്ന ഭക്തൻ്റെ ഉള്ളിലെ രാഗദ്വേഷങ്ങളാകുന്ന ദോഷങ്ങളെ ഇല്ലാതാക്കി അവൻ്റെ മനസ്സിനെ ശുദ്ധീകരിക്കാനും ദേവിക്ക് കഴിയുന്നു. അതായത് രാഗദ്വേഷങ്ങളില്ലാത്തവളും അവയെ ഇല്ലാതാക്കുന്നവളുമാണ് ദേവി എന്നർത്ഥം. നമ്മുടെ ഉള്ളിൽ ജന്മജന്മാന്തരങ്ങളായി കിടക്കുന്ന ആഗ്രഹങ്ങളുടെയും ശീലങ്ങളുടെയും വേരുകളെയാണ് വാസനകൾ എന്ന് വിളിക്കുന്നത്. ദോഷവർജിതയായ ദേവിയെ ധ്യാനിക്കുമ്പോൾ ദേവിയുടെ ആ ശുദ്ധമായ ചൈതന്യം ഭക്തൻ്റെ മനസ്സിലേക്ക് പകരുകയും അവിടെയുള്ള ഇരുട്ട് നിറഞ്ഞ ദുർവാസനകൾ വെളിച്ചം കണ്ട പുക പോലെ ഇല്ലാതാവുകയും ചെയ്യുന്നു. അതായത് ദേവിയോട് അടുക്കും തോറും നമ്മുടെ ഉള്ളിലെ എല്ലാ ദുർവാസനകളും ഇല്ലാതെയാകുന്നു. ഇനി ദേവിയുടെ 196-ാമത്തെ നാമമായ സർവജ്ഞ. ദോഷവർജിത എന്ന നാമത്തിലൂടെ ഭക്തൻ്റെ ഉള്ളിലെ ദുർവാസനകൾ നീക്കം ചെയ്ത ശേഷം ആ ശുദ്ധമായ മനസ്സിൽ ഉദിക്കുന്ന പരിപൂർണമായ അറിവിനെയാണ് ഈ നാമം സൂചിപ്പിക്കുന്നത്. എല്ലാം അറിയുന്നവൾ എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. ത്രികാലജ്ഞാനിയാണ് ദേവി. അതായത് ഭൂതം, വർത്തമാനം, ഭാവി എന്നിങ്ങനെ 3 കാലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളും ഒരേ സമയം അറിയുന്നവൾ. പുറമേ നടക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, ഓരോ ജീവജാലത്തിൻ്റെയും ഉള്ളിലിരുന്ന് അവരുടെ ചിന്തകളും വികാരങ്ങളും ദേവി അറിയുന്നു. ലോകത്തുള്ള സകല വിദ്യകളും, അതായത് കലകൾ, ശാസ്ത്രങ്ങൾ, വേദങ്ങൾ ഇവയൊക്കെ ദേവിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അറിവ് നൽകുന്ന സരസ്വതി സ്വരൂപം കൂടിയാണ് ദേവി. നമ്മുടെ ഉള്ളിലെ ദുർവാസനകളും അഹങ്കാരവും മാറുമ്പോൾ നമ്മളും ഈ സർവജ്ഞ ഭാവത്തിലേക്ക് അടുക്കുന്നു. അതായത് ലോകത്തിലെ എല്ലാറ്റിൻ്റെയും സത്യാവസ്ഥ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നു. ആത്മാവിനുള്ളിൽ തന്നെയുള്ള എല്ലാ അറിവിനെയും ഉണർത്തുന്നവളാണ് ദേവി. നമ്മൾ ഒരു കുന്നിൻ്റെ മുകളിൽ നിൽക്കുകയാണെന്ന് കരുതുക. താഴെ നിൽക്കുന്നവർക്ക് അവരുടെ മുന്നിലെ വഴി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. എന്നാൽ മുകളിൽ നിൽക്കുന്നവർക്ക് എല്ലാ വഴികളും എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ വ്യക്തമായി കാണാൻ സാധിക്കും. പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും മുകളിൽ
അതായത് പരമമായ ബോധത്തിൽ നിൽക്കുന്ന ദേവിക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായി അറിയാം. നമ്മൾ ദേവിയെ സർവജ്ഞ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ബോധ്യം വരണം. എൻ്റെ എല്ലാ പ്രശ്നങ്ങളും വിഷമങ്ങളും ദേവി അറിയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞു കരയേണ്ടതില്ല. അമ്മ അത് പരിഹരിക്കും. ഈ ഒരു ഉറപ്പാണ് ഭക്തന് ഈ നാമത്തിലൂടെ നൽകുന്നത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ ചെയ്യുന്നത് ആരും കാണുന്നില്ലല്ലോ എന്ന്. അതായത് ചിലപ്പോൾ നമ്മൾ മനസ്സിൽ എന്തെങ്കിലും ദുഷ്ടചിന്തകൾ വച്ചിട്ട് നമ്മൾ വിചാരിക്കും, ഞാനിത് ആരോടും പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് ഇതാർക്കും അറിയില്ലല്ലോ എന്നൊക്കെ. എന്നാൽ നമ്മുടെ ഉള്ളിൽ മിന്നിമറയുന്ന ഓരോ ചിന്തയും ദേവി അറിയുന്നുണ്ട്. നമ്മുടെ മനസ്സിനുള്ളിൽ സാക്ഷിയായി ഇരിക്കുന്നത് കൊണ്ടാണ് ദേവി സർവജ്ഞയാകുന്നത്. ഇനി ദേവിയുടെ 197 നാമമായ സാന്ദ്രകരുണ. സർവജ്ഞയായ ദേവിക്ക് നമ്മുടെ തെറ്റുകളെല്ലാം അറിയാം. സാധാരണ ആരെങ്കിലും നമ്മുടെ തെറ്റുകൾ അറിഞ്ഞാൽ നമ്മളെ ശിക്ഷിക്കും. എന്നാൽ ദേവി എല്ലാം അറിഞ്ഞിട്ടും നമ്മോട് അങ്ങേയറ്റത്തെ കരുണ കാണിക്കുന്നു. അതുകൊണ്ടാണ് സർവജ്ഞയ്ക്ക് ശേഷം സാന്ദ്രകരുണ എന്ന നാമം വരുന്നത്. ഇടതടവില്ലാത്ത കരുണയോടു കൂടിയവളാണ് ദേവി. സാന്ദ്ര എന്നാൽ കട്ടിയുള്ള അല്ലെങ്കിൽ ഒട്ടും മായമില്ലാത്ത. അപ്പോൾ ദേവിയുടെ കരുണയിൽ ഒട്ടും മായമില്ല. അത് ശുദ്ധവും അഗാധവുമാണ്. സാധാരണ ലോകത്തിൽ ആരെങ്കിലും നമ്മോട് ദയ കാണിക്കണമെങ്കിൽ നാം എന്തെങ്കിലും നല്ലത് ചെയ്യണം. എന്നാൽ ദേവിക്ക് നമ്മോട് കരുണ തോന്നാൻ പ്രത്യേക കാരണങ്ങൾ ഒന്നും വേണ്ട. ഒരു അമ്മയ്ക്ക് കുഞ്ഞിനോട് തോന്നുന്ന സ്വാഭാവികമായ സ്നേഹം പോലെയാണ് അത്. കാറ്റും മഴയും വെളിച്ചവും എല്ലാവർക്കും ഒരുപോലെ ലഭിക്കുന്നത് പോലെ ലോകത്തിലെ സകല ജീവജാലങ്ങൾക്കും ദേവിയുടെ കാരുണ്യം ഒരേപോലെ ലഭിക്കുന്നു. ഒരു സ്പോഞ്ച് വെള്ളത്തിൽ മുക്കിയാൽ അതിൻ്റെ എല്ലായിടത്തും വെള്ളം നിറഞ്ഞിരിക്കുന്നത് പോലെ ദേവിയുടെ സ്വരൂപം മുഴുവൻ കരുണ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ദേവിയിൽ നിന്ന് കരുണയെ വേർപെടുത്താൻ കഴിയുകയില്ല. നമ്മൾ എത്ര വലിയ തെറ്റു ചെയ്താലും അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു ചെന്നാൽ ആ സാന്ദ്രമായ കരുണ നമ്മെ സ്വീകരിക്കും. ദേവിയുടെ കരുണ തേൻ പോലെ കട്ടിയുള്ളതാണ്. തേൻ എവിടെ വീണാലും അവിടെ പറ്റിപ്പിടിച്ചു നിൽക്കും. അതുപോലെ ദേവിയുടെ കാരുണ്യം എപ്പോഴും ഭക്തൻ്റെ ജീവിതത്തിൽ പറ്റിപ്പിടിച്ചു നിൽക്കും. അത് അവനെ ഒരിക്കലും കൈവിടില്ല. ദേവിയുടെ കാരുണ്യം അനുഭവിക്കുമ്പോൾ ഭക്തൻ്റെ ഉള്ളിലെ കഠിനമായ ചിന്തകളും അഹങ്കാരവും മഞ്ഞുപോലെ ഉരുകിപ്പോകുന്നു. ഒരു കുട്ടി ചെളിയിൽ വീണ് അഴുക്കായാൽ ആ കുട്ടിയുടെ അമ്മ അവനെ വാരിയെടുത്ത് കുളിപ്പിച്ച് വൃത്തിയാക്കുകയില്ലേ? അല്ലാതെ ആ അമ്മ കുട്ടിയെ ഉപേക്ഷിച്ച് പോവുകയല്ലല്ലോ ചെയ്യുന്നത്. ആ കുട്ടിയിൽ പറ്റിയിരിക്കുന്ന അഴുക്കിനേക്കാൾ വലുതാണ് അമ്മയുടെ സ്നേഹം. അതുപോലെ തന്നെയാണ് ദേവിയും. നമ്മളിൽ എത്രമാത്രം ദുർവാസനകളുണ്ടെങ്കിലും അതൊന്നും നോക്കാതെ നമ്മെ ചേർത്ത് പിടിക്കുന്ന ആ അമ്മ മനസ്സാണ് സാന്ദ്രകരുണ. ഇനി ദേവിയുടെ 198 നാമമായ സമാനാധിക വർജിത. ഇത്രയും കാരുണ്യമുള്ള ദേവിക്ക് തുല്യമായി മറ്റാരുമില്ല. താരതമ്യങ്ങൾക്കും അതീതയായവൾ എന്നർത്ഥം. ഈ ലോകത്തിലുള്ള ഏതൊരു വലിയ വ്യക്തിയെ എടുത്താലും അവർക്ക് തുല്യമായോ അല്ലെങ്കിൽ അയാൾക്ക് മുകളിലായോ മറ്റൊരാളെ കണ്ടെത്താൻ കഴിഞ്ഞേക്കും. എന്നാൽ ഇവിടെ ദേവിക്ക് മുകളിൽ മറ്റൊരു ഈശ്വരനോ ശക്തിയോ ഇല്ല. അവൾ തന്നെയാണ് എല്ലാറ്റിൻ്റെയും ഉറവിടം.
ദേവിക്ക് മുകളിൽ മറ്റാരുമില്ലാത്തതുകൊണ്ട് ദേവി ആരുടെയും നിയന്ത്രണത്തിലല്ല. ദേവി സ്വതന്ത്രയാണ്. മുൻപ് പറഞ്ഞ സാന്ദ്രകരുണ എന്ന നാമത്തിൽ കൂടി ദേവിയുടെ കാരുണ്യത്തെക്കുറിച്ച് പറഞ്ഞു. അത്രയും കാരുണ്യമുള്ള ദേവിക്ക് മുകളിൽ മറ്റൊരു അധികാരി ഇല്ലാത്തതുകൊണ്ട് ദേവി വിചാരിച്ചാൽ ഏത് ഭക്തനെയും രക്ഷിക്കാൻ കഴിയും. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തി അങ്ങേയറ്റം കാരുണ്യമുള്ളവളാണ് എന്നറിയുന്നത് ഒരു ഭക്തന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ആശ്വാസമാണ്. പ്രപഞ്ചത്തിലെ ഏറ്റവും ഉയർന്ന സത്യമാണ് ദേവി എന്ന് ഈ നാമം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരു ചെറിയൊരു ഉദാഹരണം നോക്കാം. നമ്മൾ ഒരു വലിയ ആപത്തിൽ ചെന്നു ചാടി എന്ന് വിചാരിക്കുക. നമ്മൾ അപ്പോൾ ഒരാളോട് സഹായം ചോദിച്ചു. ചിലപ്പോൾ അയാൾ പറയും, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് മുകളിലുള്ളവർ അതിന് അനുവദിക്കുകയില്ല എന്ന്. എന്നാൽ ദേവിയുടെ കാര്യത്തിൽ അങ്ങനെയില്ല. ദേവിക്ക് മുകളിൽ മറ്റൊരാളില്ലാത്തതുകൊണ്ട് ദേവി ഒരു കാര്യം വിചാരിച്ചാൽ അത് ആർക്കും തടയാൻ കഴിയില്ല. ദേവി ഒന്ന് തീരുമാനിച്ചാൽ അത് നടത്തിയിരിക്കും. ഇന്ന് അർത്ഥം മനസ്സിലാക്കിയ 51-ാമത്തെ ശ്ലോകം നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ദുഷ്ടദൂരാ ദുരാചാര ശമനീ ദോഷവർജിത സർവജ്ഞ സാന്ദ്രകരുണ സമാനാധികവർജിത. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഹരേ കൃഷ്ണ.